നമസ്കാരം. ചാനൽ 91 ന്യൂസ് കെയർ ക്ലിനിക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നാഗാർജുന ആയുർവേദിക് സെന്റർ കാലടി നിങ്ങൾക്കായി സമർപ്പിക്കുന്ന കെയർ ക്ലിനിക്കിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നാഗാർജുന ആയുർവേദിക് സെന്ററിലെ ആർഎംഒ ആയ ഡോക്ടർ ഹരിലാൽ ആണ്. ഇന്ന് നമ്മൾ ഉള്ളത് കാലടിയിലുള്ള നാഗാർജുന ആയുർവേദിക് സെന്ററിലുമാണ്. വളരെ മനോഹരമായ ഈ ഒരു ആംബിയൻസിൽ ഇന്ന് കെയർ ക്ലിനിക്കിലേക്ക് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ, സ്വാഗതം കെയർ ക്ലിനിക്കിലേക്ക്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സ എന്താണ്, അത് ആരൊക്കെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരിലും ഉണ്ടാവും. അതൊക്കെ നമുക്കിന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ, എന്താണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് അതൊരു സംസ്കൃത വേർഡാണ്. പഞ്ചകർമ്മം എന്ന് പറയുന്നത് പഞ്ച എന്ന് വെച്ചാൽ 5, കർമ്മങ്ങളെന്ന് പറയുന്നത് ക്രിയകൾ, ചികിത്സകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 5 തരം ചികിത്സകളാണ്. ആ ചികിത്സകൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തു കളയാനായിട്ട്, എലിമിനേറ്റ് ചെയ്ത് പുറത്തു കളയാനായിട്ടുള്ള 5 തരം ശോധന ക്രിയകളെയാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ആയിരിക്കാം ഈ 5 കർമ്മങ്ങൾ എന്നൊന്ന് വിശദമാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അത് 5 കർമ്മങ്ങൾ എന്ന് പറയുന്നത് 1 വമനം, 2 വിരേചനം, 3 വസ്തി, 4 രക്തമോക്ഷണം. ഇത് 5 ക്രിയകളെയാണ് നമ്മൾ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്? അല്ല, ഇത് 5 ക്രിയകൾ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ രോഗികളുടെ കണ്ടീഷൻ അനുസരിച്ചും രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചും സെലക്ട് ചെയ്തിട്ട് 1, 2 അല്ലെങ്കിൽ മാക്സിമം 3 ക്രിയകളൊക്കെയാണ് ഒരു പേഷ്യന്റിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്താണോ ആ കണ്ടീഷൻ, ആ രോഗത്തിന്റെ കണ്ടീഷൻ, ആ രോഗിയുടെ കണ്ടീഷൻ, അതിനനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊസീജിയർ ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ല, നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് ആയുർവേദത്തിൽ ഇപ്പം പിത്തം, കഫം, അങ്ങനെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ് ഡോക്ടേഴ്സ് ഇതുപോലെ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നത്. അത് തന്നെയാണോ ഡോക്ടർ ഇപ്പോൾ ഉദ്ദേശിച്ചത്? അതെ. ആയുർവേദത്തിൽ നമ്മുടെ ചികിത്സ പോകുന്നത് ത്രിദോഷങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത്. 3 തരം ദോഷങ്ങളെ പറയുന്നുണ്ട്: വാതം, പിത്തം, കഫം. അപ്പം പല കണ്ടീഷനിലും ഈ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് പല അസുഖങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ദോഷങ്ങൾ സന്തുലിതമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് അവിടെ ആരോഗ്യസ്ഥിതിയാണ് ശരിക്കും ഉള്ളത്. ആ സന്തുലിതാവസ്ഥയ്ക്ക് എപ്പോൾ മാറ്റം വരുന്നു അപ്പോൾ അസുഖത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഏത് ദോഷമാണോ അവിടെ കൂടുതലായിട്ട് ആ കണ്ടീഷനിൽ ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പ്രൊസീജിയർ ഏതെന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു 5 കർമ്മങ്ങൾ ഉണ്ട് ഈ പഞ്ചകർമ്മ ചികിത്സയിൽ എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വ്യക്തമാണ്. അപ്പം പലർക്കും പല രീതിയിലാണ് അത് നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുവെങ്കിലും നമ്മുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഓരോന്നും എന്താണെന്നൊരു കുറഞ്ഞ വാക്കുകളിലൊന്ന് വിശദമാക്കിയാലോ? ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ വമനം എന്ന് പറയുന്നത് നമ്മൾ ഛർദ്ദിപ്പിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റബോളിക് ടോക്സിനെ നമ്മൾ മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിച്ച് ആ ഛർദിലൂടെ പുറത്തു കളയുന്നതാണ് വമനം എന്ന് പറയുന്ന പഞ്ചകർമ്മങ്ങളിലെ ശോധനക്രിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് വിരേചനം എന്ന് പറയാം. വിരേചനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റഡ് ആയിരിക്കുന്ന ടോക്സിൻസിനെ മരുന്ന് കൊടുത്തിട്ട് വയറ് ഒഴിച്ചു കളയുക, അതായത് വയറിളക്കി കളയുക, ലൂസ് ബവൽസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന അതിനെയാണ് നമ്മൾ വിരേചനം എന്ന് പറയുന്നത്. മൂന്നാമത്തത് വസ്തി എന്ന് പറയും. വസ്തി എന്ന് പറയുന്നത് എനിമയാണ്. അതായത് നമ്മൾ മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയില് അല്ലെങ്കിൽ പാല് അങ്ങനെ പോലെയുള്ള ഏതെങ്കിലും അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഏനൽ ഭാഗത്തിൽ, അതായത് ഗുദമാർഗത്തിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറ്റിയിട്ട് അതുവഴി ഉള്ളിലെ ടോക്സിൻസിനെ പുറത്തെടുത്ത് കളയുന്നതാണ് വസ്തി എന്ന് പറയുന്നത്. അടുത്തത് 4മത്തെന്ന് പറയുന്നത് നസ്യമാണ്. നസ്യം പ്രധാനമായിട്ടും നമ്മൾ ഷോൾഡറിന് മുകളിലായിട്ടുള്ള എബോവ് ഷോൾഡർ ആയിട്ടുള്ള അത് നമ്മൾ പറയുന്നത് ജത്രൂർധ്വഗത രോഗങ്ങൾക്കാണ് നസ്യം പറയുന്നത്. അങ്ങനെ എബോവ് ഷോൾഡർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് മൂക്കിലൂടെ ഒഴിച്ച് അത് തലയുടെ എല്ലാ സൈനസിലും എത്തിയിട്ട് അവിടെ ഈ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളപ്പെടുന്നതിനെയാണ് നസ്യം എന്ന് പറയുന്ന പഞ്ചകർമ്മക്രിയ. അടുത്ത 4മത്തത് രക്തമോക്ഷണം എന്ന് പറയും. രക്തമോക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പുറത്തെടുത്ത് കളയുന്ന ആ പ്രൊസീജിയറാണ് രക്തമോക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്സിൻസിനെ മുഴുവൻ പുറത്തേക്ക് എടുത്ത് കളയുകയും ഒരു പ്യൂരിഫിക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു റിജുവനേഷനിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുവരികയും ചെയ്യാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത്
ആക്ച്വലി നമ്മൾ എല്ലാവരും തന്നെ വർഷത്തിൽ ഒരു തവണ ചെയ്യണം എന്നുള്ളത് ആയുർവേദം അനുശാസിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതോ ട്വൈസ് ഇൻ എ ഇയർ ആണോ, വൺസ് ഇൻ എ ഇയർ ആണോ? ഇതിന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? നമ്മളിത് ഈ ചികിത്സ തേടുന്നത് എത്ര തവണയായിരിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഞ്ചകർമ്മങ്ങൾ 3 തരത്തിൽ നമുക്ക് ചെയ്യാം. അത് ഒരു പ്രിവെന്റീവ് ആയിട്ട് ചെയ്യാം, അതുപോലെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനിൽ ക്യൂറേറ്റീവ് ആയിട്ട് ചെയ്യാം, അതുപോലെ നമുക്ക് വേണമെങ്കിൽ റീജുവനേറ്റീവ് ആയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വർഷത്തിൽ നമുക്ക് ഒരു തവണ ചെയ്യാം. ഈ പറയുന്ന പോലെ പ്രിവെന്റീവ് ആയിട്ടായാലും റിജുവനേറ്റീവ് ആയിട്ടായാലും വർഷത്തിൽ ഒരു തവണ നമുക്ക് ചെയ്യാം. പക്ഷേ ക്യൂറേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച്, ബലം അനുസരിച്ച്, രോഗത്തിന്റെ ബലം ഒക്കെ അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ വേണമോ അതോ വർഷത്തിൽ 1-2 തവണ വേണമോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ക്യൂറേറ്റീവ് ആയിട്ടും പഞ്ചകർമ്മ ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് രോഗങ്ങൾക്കാണ് ഇത് ക്യൂറേറ്റീവ് ആയിട്ട് ഇഫക്റ്റീവ് ആവുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ എല്ലാ അസുഖങ്ങളും ഈ 3 ത്രിദോഷത്തിന്റെ ബേസിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പം ഏത് ദോഷമാണോ അവിടെ കൂടുതൽ ഇതായിട്ടുള്ള ആ ദോഷത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ക്രിയകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ വമനം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുള്ളിലെ ടോക്സിൻസിനെ ഛർദ്ദിപ്പിച്ച് പുറത്തു കളയുന്നതാണ്. ഓക്കെ, അത് പ്രധാനമായും കഫ ദോഷത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് പ്രധാനമായും നമ്മൾ വമനം കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ, വളരെ സിവിയർ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന, സ്കിന്നിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്കിൻ ഡിസീസാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഈ സോറിയാസിസിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റബോളിക് ടോക്സിൻസ് കഫത്തിന്റെ ആധിക്യം കൊണ്ട് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുത്ത് ഛർദ്ദിപ്പിച്ച് അതിനെ പുറത്ത് കളഞ്ഞ് അതിന്റെ റൂട്ട് സഹിതം പിന്നെ അസുഖത്തെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. അല്ല, പൊതുവേ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് ഞാനും ചോദിക്കുകയാണ്. കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സോറിയാസിസ് ഒരിക്കലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ക്യൂറബിൾ അല്ല എന്നാണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ പഞ്ചകർമ്മ ചികിത്സ ഇതിന് വളരെ ഇഫക്റ്റീവ് ആണ് എന്നാണോ ഡോക്ടർ പറയുന്നത്? നമ്മൾ സോറിയാസിസ് ഈ പറയുന്ന പോലെയാണ്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് ക്യൂറബിൾ ആണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ രോഗിയുടെ ഒരു അവസ്ഥ അനുസരിച്ച് അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള പഥ്യാപഥ്യങ്ങൾ നോക്കി നല്ലൊരു ലൈഫ് സ്റ്റൈല് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു വരാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സോറിയാസിസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പഞ്ചകർമ്മ ചികിത്സ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മളും അതിന് എന്താ പറയുക, റെസ്പോണ്ട് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഈ പറഞ്ഞതുപോലെ അതിന് തുടർന്നുള്ള പഥ്യമൊക്കെ നമ്മൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നോ അല്ലെങ്കിൽ പങ്ക്ച്വലായി പോകുന്നോ അതനുസരിച്ചായിരിക്കും റിസൾട്ട് കിട്ടുക. ഓക്കെ ഡോക്ടർ, മറ്റൊരു കാര്യം കൂടി, ഇതിപ്പോൾ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് തൊട്ട് ഇത് ഗുണകരമാണ് എന്നൊന്ന് പറയാമോ? ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണോ അതോ കുട്ടികളിലും ഇത് നമ്മൾ നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടാവും. നമ്മുടെ ആചാര്യന്മാർ പറയുന്നതനുസരിച്ച്, നമ്മൾ പൂർവിക ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മളിപ്പോഴത്തെ കണ്ടീഷൻ, നമ്മുടെ ആൾക്കാരുടെയൊക്കെ ഒരു ബലമൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും 12 വയസ്സിൽ താഴെ പഞ്ചകർമ്മങ്ങൾ ചെയ്യാറില്ല പൊതുവെ. അതുപോലെ 70 വയസ്സിന് മുകളിലും പൊതുവെ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ എന്നിരുന്നാൽ പോലെയും നമുക്കിപ്പം 70 വയസ്സിന് മുകളിലാണെങ്കിൽ ഒരു കേസ് വന്നാൽ നമുക്ക് ആ രോഗിയുടെ ഒരു അവസ്ഥ അനുസരിച്ച്, ആ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ചും നമുക്ക് സെലക്ട് ചെയ്ത്, ഇപ്പം വിരേചനം തന്നെ നമുക്ക് മൃദു വിരേചനം വേണമെങ്കിൽ കൊടുക്കാം, വളരെ മൈൽഡായിട്ട് കൊടുക്കാം. വസ്തി തന്നെ കഷായ വസ്തി കൊടുക്കുന്ന, അതായത് നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് അത് കൊടുക്കുന്നതിന് പകരമായിട്ട് ചെറിയ അളവിൽ ഓയില്, സ്നേഹവസ്തി എന്ന് പറയും, അങ്ങനെ സ്നേഹവസ്തികൾ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക്, അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ സോഫ്റ്റ് ആണ്. അപ്പം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളുടെ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ആ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചും ആ രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ചും നമുക്ക് വേണമെങ്കിൽ, അതായത് പ്രായം, ആരോഗ്യം എന്നിവയൊക്കെ കണക്കിലെടുത്ത് നമ്മൾ പറയുന്നത് 12 വയസ്സിന് താഴെയും 70 വയസ്സിന് മുകളിലും ചെയ്യേണ്ടെന്നാണ്. പിന്നെ ഡോക്ടർ, ഇതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സ എന്തായാലും അത് ഒരു പ്രത്യേക ചര്യ തന്നെയാണല്ലോ, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പൊ ഇത് എത്ര കാലത്തേക്കാണ് ഈ ഒരു ചികിത്സ നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന സമയം എത്രത്തോളമാണ്? നമ്മളിപ്പം ഈ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പഞ്ചകർമ്മത്തിലോട്ട് കിടക്കുകയല്ല ചെയ്യുന്നത്. അതിന് ഒരു പൂർവ്വകർമ്മമുണ്ട്, പിന്നെ പ്രധാന കർമ്മം എന്ന് പറയാം, അത് ഈ പഞ്ചകർമ്മമാണ്. പിന്നെ പശ്ചാത് കർമ്മമുണ്ട്, അതായത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ 3 ഫേസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പോകുന്നത്. അപ്പം ഈ 3 ഫേസ് ഒരു ക്രിട്ടിക്കൽ, എന്താ പറയുക, ഒരു
സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 3 ഫേസും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 21 ദിവസം മുതൽ ഒരു മാസം വരെയൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്നാലും നമ്മൾ 2 വീക്സ് തൊട്ട് ഒരു 21 ദിവസം വരെ നമ്മൾ ഈ ചികിത്സാ രീതികൾ പൊതുവെ ചെയ്തു പോകാറുണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു 21 ഡേയ്സ് എടുത്താലാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അതുപോലെ ഇപ്പം ഒരു വർഷത്തില് ഏതെങ്കിലും പർട്ടിക്കുലർ ഇപ്പം റീജുവനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യൂറേറ്റീവ് അല്ലാതെ എടുക്കുന്ന ആ 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിന് ഏതെങ്കിലും പ്രത്യേക മാസം തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ? ഈ കർക്കിടക മാസത്തിലെ ചില ചികിത്സയെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു മാസത്തില് നമ്മൾ ആയുർവേദത്തിൽ എടുക്കുന്ന ട്രീറ്റ്മെന്റ് അതും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു റീജുവനേഷന് വേണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ മന്ത് തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ ഋതുചര്യകൾ പറയുന്നുണ്ട്. അതായത് എല്ലാ സീസണിലും എല്ലാ ഋതുക്കളിലും അനുഷ്ഠിക്കേണ്ട ചര്യകൾ ആയുർവേദത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന മാസം എന്ന് പറയുന്ന ഒരു പ്രത്യേകത നമുക്ക് പറയേണ്ടതില്ല. പക്ഷെ പൊതുവെ ഇപ്പോൾ അതൊക്കെ ഈ വ്യാവസായികമായിട്ട് മാർക്കറ്റിംഗ് ആണ്. ഈ കർക്കിടക മാസം ഇത് അങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ അങ്ങനെ മാറിക്കൊണ്ടുപോകും. പക്ഷെ എന്നിരുന്നാൽ പോലും കർക്കിടക മാസം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയെന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ പഞ്ഞമാസം എന്നാണ് പറയുന്നത്. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് പറയുന്നത്. അപ്പൊ കർക്കിടക മാസത്തിൽ ഈ ത്രിദോഷം മൂലമുള്ള ത്തിനുണ്ടാവുന്ന അസന്തുലിതാവസ്ഥ അതിൻ്റെ ആ ഒരു ഇത് വളരെ കൂടുതലായിരിക്കും, ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒത്തിരി നമ്മുടെ ശരീരത്തിൽ അസുഖം വരാനും അത് കൂടുതൽ ഇത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളത് നമ്മുടെ കർക്കിടക മാസം. അതായത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായിട്ട് കുറച്ച് വീക്ക് ആവുന്ന കാലം അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ബലം വളരെ കുറയുന്ന, രോഗത്തിന്റെ ബലം വളരെ കൂടുകയും ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പോൾ പൊതുവെ ആ സമയം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എല്ലാവരും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ മഴ സമയമാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെടുക്കുകയാണെങ്കിൽ വർഷ ഋതുവാണ്, ഇപ്പോൾ മഴ സമയമാണ്. സോ നമ്മുടെ ആ ട്രീറ്റ്മെന്റ് ഉഷ്ണമായിട്ടുള്ള അഭ്യംഗങ്ങൾ, ഇലക്കിഴി അങ്ങനെയൊക്കെ പോലെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനും നമുക്കൊരു സുഖമാണ്. അപ്പോൾ അങ്ങനെ കർക്കിടക മാസം ഒരു ഇമ്പോർട്ടൻറ്റ് ഇതായി വന്നതാണ് അങ്ങനെ. പക്ഷെ നമുക്ക് എല്ലാ ഋതുവിലും എല്ലാ സീസണിലും ഋതുചര്യകൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, എന്തായാലും പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് മനസ്സിലുണ്ടായിരുന്ന പല സംശയങ്ങൾക്കും ഉള്ള ഒരു മറുപടി തന്നെയാണ് ഡോക്ടർ. വേറൊരു കേസ് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് ഈ 5 ക്രിയകളല്ലാതെ ഉള്ളതിനെ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും അത് പഞ്ചകർമ്മങ്ങളല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പൂർവ്വകർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു അഭ്യംഗം എന്ന് പറയും, ഒരു ഫുൾ ബോഡി ഓയിൽ മസാജ്, അതുപോലെ ഇലക്കിഴി, പൊടിക്കിഴി, പിഴിച്ചല്, ഇതൊക്കെ പൂർവ്വകർമ്മങ്ങളിൽ പെടുന്നതാണ്. അതൊന്നും പഞ്ചകർമ്മങ്ങളല്ല. പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് ഈ 5 തരത്തിലുള്ള ശോധന ചികിത്സകളെയാണ് പഞ്ചകർമ്മങ്ങൾ എന്ന്, അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സിനാണ് പഞ്ചകർമ്മങ്ങൾ എന്ന്. തീർച്ചയായിട്ടും. അതായത് ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ടോക്സിൻസിനെ ഈ പറഞ്ഞ 5 രീതിയിലൂടെ പുറത്തേക്ക് കളയുന്നതാണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും അർത്ഥമാക്കുന്നത്. പക്ഷെ അതിന് മുന്നേ ഉള്ളതാണ് അഭ്യംഗം. അഭ്യംഗം എനിക്ക് തോന്നുന്നു എണ്ണ മുഴുവൻ ശരീരത്തിൽ തേച്ചിട്ട് അല്ലെ, ഒരു പിന്നെ മസാജും ഒക്കെ ആയിട്ടുള്ള സ്റ്റീമും ഒക്കെ കൊടുത്തിട്ട് അടുത്ത ഫേസിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്നേഹനക്രിയകളെന്നും സ്വേദനക്രിയകളെന്നും പറയാറുണ്ട്. സ്നേഹനക്രിയകളിൽ വരുന്നതാണ് ഈ അഭ്യംഗം എന്ന് പറയുന്ന പ്രൊസീജിയർ. അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫുൾ ബോഡി എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന പ്രൊസീജിയറാണ് അഭ്യംഗം. അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസിനെ ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ വരുന്നിട്ടുള്ള ചേഞ്ചസ് വെച്ചിട്ട് അത് പല ഭാഗങ്ങളിൽ നിന്ന് ഇളകി വന്ന് മെയിൻ നമ്മുടെ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലോട്ട് വരും, നമ്മൾ കോഷ്ടത്തിലോട്ട് വരുന്നു. അപ്പോൾ ആ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഭ്യംഗം പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു പഞ്ചകർമ്മ ചികിത്സയെ കുറിച്ചിട്ടുള്ള ഈ ഒരു ടോക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും വളരെ പ്രയോജനപ്രദമായ ഒന്ന് തന്നെ ആയിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷം അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ. മാത്രമല്ല നാഗാർജുന ആയുർവേദിക് സെന്റർ കാലടിയിലാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്, പെരിയാറിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ഡോക്ടർ ഹരിലാലിന്റെ ഒക്കെ സേവനം നിങ്ങൾക്ക് ലഭിക്കും അല്ലെ? പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് ആണോ? സ്പെഷ്യലിസ്റ്റ് അല്ല, ജനറൽ ഫിസിഷ്യൻ ആണ്. നമ്മൾ പഞ്ചകർമ്മത്തെ ബേസ് ചെയ്തിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും കൊടുക്കുന്ന സ്ഥലമാണ്. എന്തായാലും വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പം, ഇവിടെ ഇരുന്നപ്പം ഈ ആയുർവേദത്തിന്റെ ആ ഒരു കാറ്റ് ഞങ്ങളിലേക്ക് ഇങ്ങനെ കൂടുതൽ അടിച്ചതായിട്ട് അനുഭവപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ നൈസ് ടോക്ക്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ കെയർ ക്ലിനിക്കിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം. നന്ദി, നമസ്കാരം.